എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെയാണോ MBBS എന്ന് പറയുന്നത്? എല്ലാരും പറയുന്ന പോലെ അത്രയും ആ ഒരു ഹൈപ്പിന്റെ അത്ര വെർത്താണോ MBBS? ഹലോ, എന്റെ പേര് നിസ്വാന. ഞാൻ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കും ഈ ഒരു വർഷം നീറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഏതോ ഒരു മൊമെന്റിൽ എനിക്കും തോന്നിയിട്ടുണ്ട്, MBBS വേണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും കോഴ്സ് മതിയായിരുന്നു. നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരാണോ? ലൈക്ക് എന്താ ഹൈപ്പിന്റെ അത്ര ഉണ്ടോ, ഞാൻ പോയിട്ട് ഇത്രയും ഒരു വർഷങ്ങൾ ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് നീറ്റിന് പോയാൽ അതിനുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ MBBS എത്തുമോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ഫുള്ളായിട്ട് മാറിക്കിട്ടും. നീറ്റിന് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ തന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നീറ്റിന് പഠിക്കുന്നത്, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷെ MBBSന് വരുമ്പോൾ എന്താ, ഈ ഒരു ഹ്യൂമൻ എന്നുള്ള കാര്യത്തിന്റെ ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ഹ്യൂമനെ വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിലും അത് ഭയങ്കര ഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതാണ് മെയിൻലി നീറ്റിൽ നിന്ന് MBBSലേക്ക് വരുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നീറ്റിന് പഠിച്ച അതേ പാറ്റേൺ ആയിരിക്കില്ല MBBSന് വന്ന് പഠിക്കുമ്പോൾ. സോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ഉണ്ടായിരിക്കും. അതിനേക്കാളൊക്കെ മുന്നേ MBBSൽ എത്രത്തോണ്ട് വാസ്റ്റ് ആണ്, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ 3 സബ്ജക്ട്സ് ഉണ്ടായിരിക്കും: ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാട്ടമി. സെക്കൻഡ് ഇയറിലും 3 സബ്ജക്ട്സ് ഉണ്ടായിരിക്കും: ഫാർമക്കോളജി, പാത്തോളജി, മൈക്രോബയോളജി. ഇനി തേർഡ് ഇയറിലേക്ക് വരുമ്പോഴാണ് 2 സബ്ജക്റ്റ് ആയിട്ട് ചുരുക്കുന്നത്. അതേതാണ്? ഫോറൻസിക് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു വർഷം തൊട്ട്, ഞാനിപ്പോ സെക്കൻഡ് ഇയർ MBBS ആണ്, സോ ഈ ഒരു വർഷം തൊട്ട് മേ ബി ENT മൊഫ്താലും തേർഡ് ഇയറിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഇൻ കേസ് അത് വന്നിട്ടില്ലെങ്കിൽ ബാക്കി 11 സബ്ജക്ട് നമ്മൾ പഠിക്കുന്നത് ഫോർത്ത് ഇയറിലാണ്. അത് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ്. സോ ഈ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും, കുറേ പഠിക്കാനുണ്ടായിരിക്കും. കാരണം എന്താ, ഇത്രയും ഈ ഒരു നീറ്റിൽ നിന്ന് വേറിട്ടിട്ടാണ് MBBS എന്ന് പറയുന്ന ഒരു സംഭവം. സോ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ആ ഒരു പാറ്റേണും കാര്യങ്ങളും ഒന്നും മനസ്സിലാവില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടഫായിട്ട് തോന്നും. ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും നല്ല ടഫായിട്ട് തന്നെയായിരിക്കും നമുക്ക് MBBS ഫീൽ ചെയ്യുക. പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എന്താ, പഠിക്കേണ്ട ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് മെല്ലെ വന്നു തുടങ്ങും നമുക്ക്. കാരണം ഫസ്റ്റ് ഇയറിലത്തെ പോലെ നമുക്ക് ആ ഒരു ഫ്ലോ മനസ്സിലാവാത്തൊരു അവസ്ഥ വരുന്നില്ല. സെക്കൻഡ് ഇയർ വരുമ്പോൾ ഓക്കെ, ഈ ഓരോ സബ്ജക്ട്സും ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് തുടങ്ങും. പക്ഷെ തേർഡ് ഇയർ ആണ് ലൈക്ക് MBBS മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഹണിമൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ തേർഡ് ഇയറിലാണ്. ഫോർത്ത് ഇയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹെക്ടിക് ഇയർ ആണ്. കാരണം ഇത്രയും സബ്ജക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം എത്രത്തോണ്ട് പഠിക്കാനുണ്ടായിരിക്കും, എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ നീറ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ MBBSലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഹൈപ്പിന്റെ അത്ര ഇല്ല, ഞാൻ വിചാരിച്ച അത്രയൊന്നും MBBS ഇല്ല, ഇത്രയും റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കാൻ മാത്രമുള്ള ഒരു ഹൈപ്പൊന്നും MBBSന് അതിലേക്ക് വന്നാലില്ല എന്നുള്ളൊരു തോന്നൽ വരാനുള്ള മെയിൻ ചാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലാണ്. കാരണം എന്താ വെച്ചാല്, ഫസ്റ്റ് കാരണം MBBSല് ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ക്ലിനിക്സ് ഇല്ലാത്തത്. അപ്പം ക്ലാസ്സിലേക്ക് പോകുന്നു, ലെക്ചേഴ്സ് കാണുന്നു, വരുന്നു, പഠിക്കുന്നു, പിന്നെ ലാബ്, അതും ലെക്ചർ ഹാളിലായിരിക്കും, അല്ല ലൈക്ക് ഫാക്കൽറ്റി ബ്ലോക്കിലായിരിക്കും നമുക്ക് എല്ലാം ഉണ്ടായിരിക്കുക. കോളേജിൽ തന്നെയാണ്, ഹോസ്പിറ്റലായിട്ട് ഒരു ഇന്ററാക്ഷനും നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി ഒരു പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ, പഠിക്കാനുള്ള ഒരു പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു ഇന്ററാക്ഷനോ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം, അങ്ങനെ കോളേജ് ബേസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കുറേ ടൈം ഉണ്ടായിരിക്കും. പക്ഷെ പേഷ്യൻസിന്റെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ടൈമൊന്നും നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇല്ല. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ഹൈപ്പിന്റെ അത്ര ഇല്ല, റിഗ്രറ്റ് തോന്നുന്ന മൊമെന്റ് ഒക്കെ ഉണ്ടാവാനുള്ള മെയിൻ കാര്യം. അതിനേക്കാളൊക്കെ മുന്നേ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താ വെച്ചാല്, നമ്മൾ അത്രയും പാഷനേറ്റ് ആണ്, അത്രയും ഇൻട്രസ്റ്റ് MBBSൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം MBBS എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല, ആ ഒരു കാര്യങ്ങളൊന്നും നമുക്കൊരു ഇഷ്ടമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് പ്രഷർ തരുന്ന പോലെ തോന്നൂല. എപ്പോഴും MBBS എന്ന് പറഞ്ഞാൽ അത്രയും പ്രഷർ ആണെന്നുള്ള ഒരു മൈൻഡേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് അതിനോടുള്ള ഒരു ഇഷ്ടമാണ്. എന്ത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്താല് അത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് വർക്ക്ഔട്ട് ആവും നമ്മൾ അത്ര ഇഷ്ടത്തോടെ ചെയ്താല്.
പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ തോന്നുന്ന ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു റിഗ്രറ്റ്, അങ്ങനെയുള്ള ഒരു ബാഡ് ഫീലിങ്സ് ഒക്കെ നമുക്ക് മാറുന്ന ടൈമാണ് സെക്കൻഡ് ഇയർ. കാരണം നമുക്ക് ക്ലിനിക്സിലേക്ക് പോകാനായിട്ട് തുടങ്ങും. അവിടുത്തെ ഡോക്ടേഴ്സും സത്യം പറഞ്ഞാൽ ഇവിടെ ലെക്ചേഴ്സ് എടുക്കുന്ന നമ്മുടെ കോളേജിലുള്ള പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് വേറെ തന്നെ തോന്നും. കാരണം ക്ലിനിക്സിൽ പോയി ആ ഡോക്ടേഴ്സ് ഒ പിയിൽ പോകുന്നു, വാർഡിൽ പോകുന്നു, നമുക്ക് ക്ലാസ് എടുക്കുന്നു, നമ്മൾ ഡയറക്റ്റ് പേഷ്യൻസിനെ കാണുകയാണ്. അവരെ നമുക്ക് തന്നെ ചികിത്സിക്കാനുള്ള ഒരു അവസരമൊക്കെ ഡോക്ടർ തരും. ലൈക്ക് ഇത് നോക്കൂ, ബ്രീത്ത് സൗണ്ട്സ് നോക്കൂ, കാര്യങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ നമ്മളൊരു ഡോക്ടറായ ഫീൽ നമുക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയറിലാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ MBBS എടുത്താലും നമുക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ സെക്കൻഡ് ഇയറിൽ എത്തിയാല് ലൈക്ക് പേഷ്യൻസ് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളവര് ഡോക്ടറായിട്ട് കണ്ടു തുടങ്ങുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വൈറ്റ് കോട്ടൊക്കെ ഇട്ട് സ്റ്റെത്തൊക്കെ കഴുത്തിലിട്ടിട്ടായിരിക്കും നമ്മൾ പോവുക. അപ്പം ആ ഒരു ടൈമിൽ പേഷ്യൻസിനെ നമ്മൾ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റോടെയാണ് നമ്മൾ നോക്കുക. അതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു നീറ്റ് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, എത്ര റിപ്പീറ്റ് ചെയ്ത് പോയിട്ടും MBBS എടുക്കുമ്പോൾ അത്രയും വെർത്തായിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തോന്നുന്ന ഒരു നമുക്ക് അത്രയും സന്തോഷമായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഒരു പേഷ്യൻസ് നമ്മളെ കാണുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു റെസ്പെക്ട്. സംഭവം നമ്മൾ അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡോക്ടർ ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റെപ്പിംഗ് ആണ് ആ ഒരു പ്രൊഫഷനിലേക്ക്. പക്ഷെ എന്നാലും നമുക്ക് പേഷ്യൻസ് നമ്മളെ ആ ഒരു റെസ്പെക്റ്റോടെ നമ്മളെ അപ്പൊ തന്നെ കാണുമ്പോൾ നമുക്കുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. അത് എത്ര റിപ്പീറ്റ് ചെയ്തിട്ട് കയറിയാലും അത് അത്രയും വെർത്തായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. സോ ഫസ്റ്റ് ഇയറിൽ കാണുന്ന ആ ഒരു പ്രഷർ കൊണ്ടാണ് മെയിൻലി എല്ലാവർക്കും അങ്ങനെ തോന്നുന്നത്. അതുപോലെ MBBS എന്ന് പറയുന്നത് അത്രയും പഠിക്കുന്ന കാര്യത്തിൽ അത്രയും ലോഡ് കണക്കിന് പഠിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളത്രയും പഠിക്കണ്ടേ? കാരണം നമ്മളുടെ കയ്യിലാണ് ഒരു ലൈഫ് ഇരിക്കുന്നത്. ജീവൻ പോകുന്ന നേരത്ത് നമ്മളാണ് രക്ഷിക്കുന്നത്. സോ ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അത്രയെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? അത്രയും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലേ? സോ പഠിക്കാനുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു MBBS എന്ന് പറയുന്ന പ്രൊഫഷന്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ MBBS എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ കുറേ പേര് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരിക്കും ആ ഒരു ഡോക്ടർ എന്നുള്ള ലേബിൾ മാത്രമേ കിട്ടുള്ളൂ, എപ്പോഴും തിരക്ക് പിടിച്ചൊരു പണിയാണ്, സമാധാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തില്, ഇത്രയൊന്നും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിലേക്ക് കയറാനുള്ള മാത്രമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ ആ ഒരു പ്രൊഫഷനിലേക്ക് കിടക്കുമ്പോൾ സംഭവം ശരിയാണ്. നമുക്ക് എത്ര അർജൻസി വന്നാലും അപ്പം എണീറ്റ് പോകണം. നമ്മൾ അത്രയും തിരക്ക് പിടിച്ചൊരു പണിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതിലപ്പുറം അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത്രയും കാലത്ത് ആ ഒരു കഷ്ടപ്പാടാണ് നമ്മൾ ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഉള്ള നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത്രയും ഡ്രീം ചെയ്ത് കിട്ടിയൊരു ജോബ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എത്രയൊക്കെ ഈ ഒരു സമാധാനം ഇല്ല പറഞ്ഞാലും ഈ ഒരു ജോബ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ. അത് നമുക്ക് തുടങ്ങുമ്പോൾ ഈ ഒരു പഠിക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഒരു 4th ഇയർ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ഹെക്റ്റിക് ആണെങ്കിലും നമ്മൾ അത് ആസ്വദിച്ച് തുടങ്ങും സത്യം പറഞ്ഞാല്. അതുപോലെ ഇപ്പൊ നീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു മാർക്ക് എനിക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്ന ആൾക്കാർ, ഇപ്പം എനിക്ക് റിപ്പീറ്റിന് താല്പര്യമുണ്ട് പക്ഷെ ഞാൻ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് എന്നുള്ള ഒരിടത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു ഫീൽഡില്, ഇങ്ങനെ ഒരു പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക അതൊരു ഡ്രീമാണ്, ആ ഒരു ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷൻ നിങ്ങൾക്ക് ഡ്രീം ആണെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കാതെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോളൂ. കാരണം നമുക്ക് വെർത്താണ്, ഒരു മൊമെന്റിൽ നമുക്കത് തോന്നും ഈ ഒരു പ്രൊഫഷൻ അത്രയും വെർത്താണെന്നുള്ള കാര്യത്തിൽ. പക്ഷെ നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട്, അത്രയും കഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതും കൂടെ ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ MBBS ഇസ് ആക്ച്വലി പെയിൻഫുൾ പ്രൗഡ്. കാരണം അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഈ ഒരു MBBS ജേർണിയിൽ. കാരണം കോളേജിലാണെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു കോളേജ് ലൈഫ് ഒന്നും ആയിരിക്കില്ല MBBS എന്ന് പറയുമ്പോൾ, MBBSലേക്ക് കിടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ. കാരണം ഇപ്പോൾ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് അത്രയും ട്രൂ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ നമുക്ക് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ പ്രൊഫസേഴ്സിന്റെ വക സ്ട്രെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട ആ ഒരു സ്ട്രെസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ടൈമിൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അതാണ് ഈ ഒരു MBBSന് അത്രയും ഒരു ടഫസ്റ്റ് ലൈക്ക് ആ ഒരു ഫേസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിന് കാരണം. പക്ഷെ സത്യം പറഞ്ഞാൽ MBBS എന്ന് പറയുന്നത് നമുക്ക് MD ചെയ്യാനുള്ള ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമായിട്ട് കാണേണ്ട ഒരു അവസ്ഥ വരും നീറ്റ് PG ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അത് കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു സന്തോഷം കാര്യങ്ങളൊക്കെ അത് വേറെ തന്നെയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് തോന്നും റിഗ്രറ്റ് ആയി, ഇതെടുക്കണ്ടായിരുന്നു, വെർത്തല്ല എന്നുള്ളൊരു മൊമെന്റ് ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് വെർത്താണ് എന്നുള്ളൊരു മൊമെന്റും വരുന്ന ടൈം നമുക്ക് ഉണ്ടായിരിക്കും. കാരണം
ഈ ഒരു ഇയർഫോൺസ് വെച്ചിരുന്ന് നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണ് ആ ഒരു പൊസിഷനിൽ. അപ്പൊ ആരൊക്കെ എന്തൊക്കെ സ്ട്രെസ്ഫുൾ ആണ്, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിരിക്കും. സോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കേണ്ട, അത്രയും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. കാരണം നമുക്ക് ഒരു മൊമെന്റിൽ നമുക്ക് തോന്നും ഇത് എടുത്തത് എത്രയോ വെറുത്താണ്, നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങും. പഠിക്കുകയാണെങ്കിലും ഒരു മൊമെന്റ് എത്തിയാൽ നമ്മളെല്ലാം ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന ഒരു മൊമെന്റ് വരും. സോ ഇത്രയുള്ള എൻ്റെ ഒരു ഈ ഒരു വീഡിയോ. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം ഫസ്റ്റ് ഇയറിൽ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു, വേണ്ടായിരുന്നു, വെറുതെ അത്രയും ദൂരം. പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാമക്കല്ലാണ്. സോ ഇത്രയും ദൂരം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് എടുക്കേണ്ട അത്ര ആ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഈ ഒരു കോഴ്സിന് ഇല്ല എന്ന് വരെ വിചാരിച്ച ടൈം ഉണ്ട് ചില ടൈംസ്. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് MBBS പഠിക്കുന്നത്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ഓഫ്കോഴ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അതിപ്പം ആ ഒരു പഠിക്കുന്നത് എന്ന് പറയുന്നതും കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.